ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നോമ്പൊക്കെ വരെയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ലുലുവിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ നോമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ നോക്കാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു ജ്യൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഒരു ഫലുദ മിക്സ്, മാംഗോയുടെ ഫ്ലേവറിൽ ഫലുദ മിക്സ് കൂടെ മേടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ടെൻഡർ കോക്കനട്ട് കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു ഷമാമ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ ജ്യൂസിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ഒരു സോസേജാണ് കേട്ടോ. നമുക്ക് സോസേജ് റോളോ മറ്റെന്തെങ്കിലും ഐറ്റത്തിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വിസ്സിൻ്റെ 2 സ്പ്രിംഗ് റോൾ ഷീറ്റ് കൂടെ എടുത്തു കേട്ടോ. നമ്മൾ സമൂസ ഷീറ്റ് എടുത്തില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടാക്കും കേട്ടോ സമൂസ ഷീറ്റ്. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാതിരുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് ബേബി കോണാണ് കേട്ടോ. നമ്മൾ നോമ്പിൽ വാട്ടർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 2-3 ഐറ്റം ഉണ്ടാക്കാനാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്വീറ്റ് കോൺ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബട്ടൺ മഷ്റൂമാണ് കേട്ടോ. അത് ഇതുപോലെ സൂപ്പോ മറ്റോ ഉണ്ടാക്കാനാണ് എടുത്തത്. പിന്നെ നമ്മളൊരു 200 ഗ്രാമോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗാർണിഷിങ്ങിനോ മറ്റോ യൂസ് ചെയ്യാം. മാത്രമല്ല കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തുവിടാമെന്ന് കരുതിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ട് ഒരു പാക്കറ്റ് കപ്പ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു പാക്കറ്റ് പിസ്സ ചീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു വലിയ കോളിഫ്ലവർ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബജിയോ മറ്റ് ഐറ്റംസിനോ ഒക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ നമ്മളെടുത്തത് ടൊമാറ്റോ സോസാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കമ്പനിയുടെ ടൊമാറ്റോ സോസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു 2 ടിന്നിലായിട്ട് തന്തൂരി മയോണീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1 ലിറ്ററിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ കർഡ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷവർമ റോളോ വെജ് റോളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് 2 പാക്കറ്റ് കുബൂസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 500 ml ഒരു ഡാർക്ക് കോമ്പൗണ്ട് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വരുന്ന ഓട്സ് ഇല്ലേ, പാലൊക്കെ ഒഴിച്ച് കഴിക്കുന്ന, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിലൊരു 5 പീസ് വരുന്ന ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടി പോപ്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബൈ 1 ഗെറ്റ് 1 ഓഫറിൽ കിടന്നതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 2 പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പാസ്ത മക്രോണിയിലെ അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിടാനൊക്കെ ഈ ഒരു ഐറ്റമൊക്കെ സഹായിക്കും കേട്ടോ. അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വീട്ടിലത്തേക്ക് ആവശ്യമായ കുറച്ച് ഗ്രോസറി ആയിരുന്നു കേട്ടോ. പയർ, ഉഴുന്ന്, കടല അങ്ങനെയുള്ള കുറച്ച് ഐറ്റമൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പ് പ്രമാണിച്ച് നമ്മളെ വീട്ടിലേക്ക് എടുത്തിട്ടുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരണേ. ഒപ്പം തന്നെ എന്തെങ്കിലും എഴുതി ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടെ ചെയ്യണേ. ഒപ്പം തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.